നല്ല അടിപൊളി ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ. ബീഫ് കറി ആയിക്ക് ചപ്പാത്തി ഉണ്ട്. അതിന് ശേഷം ഞങ്ങൾ പിന്നെ ഉച്ചത്തേക്ക് ഇറച്ചിയും പുളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചപ്പാത്തി നല്ല കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കെട്ടിയും കടയിലേക്ക് പോയപ്പോൾ എനിക്ക് 2 മുട്ടായി കൊണ്ടുവന്ന് നിൽക്കാം കേട്ടോ. ഇറച്ചിയും പുളി ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ദോശയുടെ മാവും ഉണ്ട് കേട്ടോ ഇരിക്കണ്. അപ്പം എൻ്റെ ഇറച്ചിയും പുളിയൊക്കെ കഴിക്കലേ നിൽക്കണം. ഇത് കാക്കാൻ്റെ ബാക്കി വന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി അവിടെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം കാക്ക പുറത്തു പോയി എന്നപ്പോൾ അതാ ഒരു തേങ്ങാ പൊന്നു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ പുറത്ത് പോയപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും കാക്കാനോട് നമുക്ക് തട്ടടിയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ തട്ടടിക്ക് കയറി. അതായത് ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ ഭക്ഷണം എല്ലാം കഴിഞ്ഞു തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇനി കിട്ടൂലേന്നൊരു ചെറിയ ടെൻഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടൊരു തട്ടുകടയിൽ കയറി കേട്ടോ. ഇതല്ല കേട്ടോ അവിടുന്ന് കഴിച്ചത്, ഇത് വേറൊരു കടയിൽ നിന്ന് കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് ഇഡ്ഡലിയാണ് കേട്ടോ തന്നത്. ഇഡ്ഡലി തന്നു നോക്കുമ്പോൾ അത് തീരെ എന്താ ചൂടില്ലാത്തൊരു നല്ല തണുത്തു പോയൊരു ഭക്ഷണം കേട്ടോ. അപ്പോൾ തന്നെ ആകെ ഒരു സങ്കടം തോന്നി. പിന്നെ അതിലേക്കുള്ള കറിയെങ്കിലും അവർക്ക് ചൂടാക്കായിരുന്നു കേട്ടോ. ഒരു ആംപ്ലേറ്റ് വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചൂടാക്കേണ്ട സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മളെ വീട്ടിലത്തെ പഴഞ്ചോറ് ഒറ്റക്ക് കൂട്ടാനൊന്നും ഇല്ലാതെ തിന്നുകയാണെന്നുണ്ടെങ്കിൽ അതിലേറെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉള്ളൊരു ഭക്ഷണം.